ആഴ്ച യോഗങ്ങൾ, തന്ത്രപ്രധാനമായ യോഗങ്ങൾ എന്നിവ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ യോഗമായിരുന്നു നടത്തിയിരുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ടാണ് പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയത്. കാര്യം അമിത്ഷാ രാവിലെ തന്നെ മറ്റു പാരാമിലിറ്ററി സൈന്യത്തിന് എന്തിനേയും നേരിടാനുള്ള ഒരു സജ്ജമായിരിക്കാനുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട യോഗം വിളിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ പ്രത്യേകമായി ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്ത്യൻ അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കാണ്. ഈ സംസ്ഥാനങ്ങൾ വളരെ ജാഗ്രതയോടെ കാര്യങ്ങൾ കാണണം. മോക്ക് ഡ്രിൽ ഉൾപ്പെടെയുള്ളവ ഇനി നടത്താനിരിക്കുകയാണ്. അതെല്ലാം വളരെ ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിലെ ഹെലിപ്പാഡുകൾ അല്ലെങ്കിൽ രാജ്യത്തെ വിവിധ തരത്തിലുള്ള എയർപോർട്ടുകൾ, പല ചെറിയ എയർപോർട്ടുകളുണ്ട് രാജ്യത്തെ. ഇതെല്ലാം ഒരു സൈന്യത്തിന്റെ പല എയർപോർട്ടുകളും സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ കേവലം കാശ്മീരിന്റെ മാത്രമല്ല, കാശ്മീർ ശ്രീനഗറിൽ സിവിലിയൻ എയർപോർട്ടാണ് പലപ്പോഴും ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ആ വിമാനത്താവളം ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. അത് സൈന്യം സമ്പൂർണ്ണമായി അതിന്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതുകൂടാതെ ധർമ്മശാല ഉൾപ്പെടെയുള്ള എയർപോർട്ടുകൾ, ചെറിയ എയർപോർട്ടുകളുടെ നിയന്ത്രണവും ഇപ്പോൾ സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം ഇപ്പോൾ പാകിസ്ഥാൻ ഈ പ്രത്യാക്രമണത്തിനോട് ഒരു പ്രതികരണമായി അറിയിച്ചിരിക്കുന്നത് അവർക്ക് ഇനിയൊരു ആക്രമണം നടത്താനുള്ള ഒരു അർഹതയുണ്ട് എന്ന തരത്തിലേക്കുള്ള ഒരു ആക്രമണത്തിന്റെ ഒരു സൂചന തന്നെയാണ് പാകിസ്ഥാൻ നൽകിയിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ രാവിലെ മുതൽ വെളുപ്പിനെ മുതൽ പാകിസ്ഥാൻ ഒരു ബിൽഡ് ചെയ്തുകൊണ്ടുവന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നരേഷൻ ഒരു ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കഥയായിരുന്നു. കാര്യം സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെയുള്ളവരെ ഇന്ത്യ ഏകപക്ഷീയമായി ആക്രമിക്കുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് ഇന്ത്യ അതിന്റെ എല്ലാം പൊളിച്ചു കളഞ്ഞുകൊണ്ടാണ്, തവിടുപൊടിയാക്കിക്കൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തിയത്. വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞപ്പോൾ ഏതൊക്കെ കേന്ദ്രങ്ങളിലാണ്, അവിടെ എത്ര നാളായിട്ടാണ് ഈ ഭീകര ക്യാമ്പുകൾ നടത്തുന്നത്, എത്ര പേർക്കാണ് അവിടെ പരിശീലനം നൽകിയിരിക്കുന്നത്, അജ്മൽ കസബ് അടക്കമുള്ള ഹെഡ്ലി അടക്കമുള്ളവർക്കുള്ള പരിശീലനം നടത്തിയ ക്യാമ്പുകൾ, ആ സ്ഥലങ്ങൾ, അവിടെയാണ് ആക്രമണം നടത്തിയതെന്നുള്ള കാര്യം കൃത്യമായി അറിയിച്ചിരുന്നു. മാത്രമല്ല പല സ്ഥലങ്ങളിലും, കോട്ട്ലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ ഭീകര ക്യാമ്പുകൾ നടക്കുന്നതിന്റെ അടുത്ത് തന്നെയാണ്, കിലോമീറ്റർ അകലെ മാത്രമാണ് പട്ടാളത്തിന്റെ ക്യാമ്പുള്ളത്. അവിടെ ഒരു മിസൈൽ ലക്ഷ്യം തെറ്റിപ്പോലും പോയിട്ടില്ല. കൃത്യമായി ആസൂത്രണം ചെയ്ത് കൂർപ്പിച്ച തലത്തിലാണ് ആക്രമണങ്ങൾ ഭീകര ക്യാമ്പുകളിലേക്ക് നടത്തിയിരിക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ രേഖാമൂലം തന്നെ സാറ്റലൈറ്റ് ചിത്രങ്ങളുടെ സഹായത്തോടുകൂടി ഇന്ത്യ വിശദീകരിച്ചതോടുകൂടി പാകിസ്ഥാൻ കെട്ടിപ്പൊക്കിയ ആ തരത്തിലുള്ള എല്ലാ ഒരു പ്രതീതിയും തകർന്ന് വീഴുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതേസമയം തന്നെ പാകിസ്ഥാന്റെ അടുത്ത തരത്തിലുള്ള ഒരു ആക്രമണം അതിർത്തി കടന്നുള്ള, അതിർത്തിയിൽ ഉള്ള കനത്ത ഷെല്ലിംഗ് ആണ്, കനത്ത വെടിവെപ്പും ദിവസങ്ങളായി തന്നെ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു മറുപടി ഇന്ത്യ അപ്പോൾ തന്നെ നൽകി എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും രാജ്യത്തെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ, ആയുധ നിർമ്മാണ ഫാക്ടറികൾ, ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, ചെങ്കോട്ട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, ഇവിടെയെല്ലാം കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ നഗരങ്ങളിലേക്ക് കടക്കുന്ന വാഹനങ്ങൾ വലിയ തരത്തിലുള്ള ഒരു പരിശോധനയിലൂടെ മാത്രമാണ് കടത്തിവിടുന്നത്. ഇത്തരത്തിലുള്ള പരിശോധനയും സുരക്ഷാ ജാഗ്രതയും വളരെ ശക്തമാക്കണം എന്ന് തന്നെയാണ് കേന്ദ്രം ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു യോഗങ്ങൾ തന്നെയാണ് പല ഘടകങ്ങളായി ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.